വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19 അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഓർമ്മിക്കുക, ഈജിപ്തിലെ വിശുദ്ധ ആന്റണിയുടെ ഓർമ്മദിനമാണിന്ന്. വിശുദ്ധ ആന്റണി ഈജിപ്തിലെ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചു. 20 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വിശുദ്ധ കുർബാന മധ്യേ സുവിശേഷത്തിൽ നിന്നും ഇപ്രകാരം വായിക്കുന്നത് കേട്ടു: നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ള സമസ്തവും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ആന്റണി അങ്ങനെ തന്നെ ചെയ്തു. മറ്റ് സന്യാസികളുടെ ജീവിതമുറ മനസ്സിലാക്കിക്കൊണ്ട് നൈൽ നദിയുടെ കിഴക്ക് വശത്തുള്ള വിജന പ്രദേശത്തേക്ക് പോയി അവിടെ ഏകാന്ത ജീവിതം നയിച്ചു. ആന്റണിയെ അനുകരിച്ച് അനേകർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ആന്റണി അവർക്കായി ഒരു സന്യാസ ജീവിതക്രമം രൂപപ്പെടുത്തി. ശിഷ്യന്മാരുടെ ബാഹുല്യം നിമിത്തം അദ്ദേഹം നൈൽ നദിക്കും ചെങ്കടലിനും മധ്യേയുള്ള വേറൊരു വനത്തിലേക്ക് നീങ്ങി 45 വർഷം അവിടെ താമസിച്ചു. ധർമാർ അന്തോണിയൂസ് എന്ന ആശ്രമം ഇന്നവിടെ സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹത്തെ ആക്രമിച്ച ആര്യൻ പാഷണ്ഡികളോട് അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ല. എങ്ങനെയാണ് ആന്റണി ജീവിച്ചിരുന്നതെന്നുള്ള അറിവ് ഒരു വ്യക്തിയെ പുണ്യത്തിൽ ആനയിക്കാൻ പര്യാപ്തമാണ് എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരനായ മാർ അത്തനേഷ്യസ് പ്രസ്താവിക്കുന്നു. വനത്തിലെ ഏകാന്ത ജീവിതം 105-ാം വയസ്സുവരെ ജീവിക്കാൻ പ്രതിബന്ധമായില്ല. പ്രലോഭനങ്ങൾ വർദ്ധിക്കുമ്പോൾ ആന്റണി ആശാനിഗ്രഹവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചിരുന്നു. വിശുദ്ധ ആന്റണിയുടെ ജീവിതം മാതൃകയായി കണ്ട് എല്ലാവർക്കും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ, അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ, അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ.
ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. യാഹേ, അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ, അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ തോൽവികൾ എല്ലാം മാറിടട്ടെ. രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ. രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവ